നമസ്കാരം. 1947 പാകിസ്ഥാനിൽ സിന്ധു ദേശ് മൂവ്മെന്റ് ആരംഭിക്കുന്നത്. അതായത് GM സയ്യിദിന്റെയും പീർ അലി മുഹമ്മദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സിന്ധ് എന്ന പാകിസ്ഥാന്റെ പ്രവിശ്യയെ ഒരു പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഇങ്ങനെ ഒരു സിന്ധു ദേശ് മൂവ്മെന്റ് എന്നൊരു പ്രസ്ഥാനം ഉണ്ടായി വന്നത്. അതായത് ചരിത്രപരമായി, സാംസ്കാരികമായി അല്ലെങ്കിൽ ഭാഷാപരമായി ഒക്കെ പഞ്ചാബ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പാകിസ്ഥാനിൽ നിന്നും വ്യത്യസ്തമാണ് സിന്ധ് പ്രവിശ്യ. അവരുടെ സംസ്കാരവും ചരിത്രവുമൊക്കെ വ്യത്യസ്തമാണ്. സിന്ധു നദീതട സംസ്കാരവുമായ ഭാരതത്തിൻ്റെ സിന്ധു നദീതട സംസ്കാരവുമായി വളരെ നേരിട്ട് ബന്ധമുള്ള ഒരു സംസ്കാരമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി ഒത്തുപോവുക പ്രയാസമാണ്. ഞങ്ങളെ ഒരു പ്രവിശ്യയായിട്ടല്ല, ഒരു പ്രത്യേക അധികാരങ്ങളുള്ള പരമാധികാരമുള്ള രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ സിന്ധ് പ്രവിശ്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. എന്നാൽ പിന്നീട് പതുക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കുറഞ്ഞു വരികയായിരുന്നു. പാകിസ്ഥാനിൽ തന്നെ നിന്നുകൊണ്ട് പ്രത്യേക അധികാരങ്ങളുള്ള, കൂടുതൽ അധികാരങ്ങളുള്ള ഒരു പ്രവിശ്യയായി മാറണം എന്ന ആഗ്രഹമാണ് പിന്നീട് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. പക്ഷേ JSSM എന്ന ഒരു സംഘടന, അവർ ഇപ്പോഴും സിന്ധ് ഒരു പ്രത്യേക രാഷ്ട്രമായി മാറണം എന്ന് തന്നെ ആവശ്യമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം അവരുടെ ആ പ്രക്ഷോഭം അല്ലെങ്കിൽ അവരുടെ ആവശ്യം കൂടുതൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ വലിയ പ്രക്ഷോഭമാണ് JSMമിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. അതായത് പാകിസ്ഥാനിൽ നിന്നും വേർപെട്ടൊരു സ്ഥാനം ഞങ്ങൾക്ക് വേണം, സിന്ധ് ഒരു പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിക്കണം, ആസാദി പ്രഖ്യാപനം. അവിടെ ആസാദി മുദ്രാവാക്യം ഇന്നലെ കറാച്ചിയിൽ മുഴങ്ങി. ഇന്നലെ സിന്ധ് സാംസ്കാരിക ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വർഷം തോറും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും അതുപോലെ തന്നെ റാലികളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന റാലികളും പ്രതിഷേധ പ്രകടനങ്ങളും എല്ലാം ആസാദി മുദ്രാവാക്യങ്ങൾ കൊണ്ട് മുഖരിതമാവുകയായിരുന്നു. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ തുലയട്ടെ, പാകിസ്ഥാൻ മൂർദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യവും കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ മുഴങ്ങി. അതിന് പിന്നിൽ ഈ വിഘടനവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ സിന്ധിനെ പ്രത്യേക രാഷ്ട്രമാക്കണം എന്ന് വാദിക്കുന്ന JSSM എന്ന സംഘടന സംഘടിപ്പിച്ച ഒരു പ്രക്ഷോഭ പരിപാടിക്കിടയിലാണ് ഇങ്ങനെ പാകിസ്ഥാൻ തുലയട്ടെ എന്നും സിന്ധിന് ആസാദി വേണമെന്നും ഉള്ള മുദ്രാവാക്യം മുഴക്കിയത്. അതുകൊണ്ട് തന്നെ ഈ റാലികളിൽ പലതും റൂട്ട് മാറ്റിവിടാൻ പോലീസ് ശ്രമിച്ചു. പോലീസുമായി കൂടുതൽ സംഘർഷം ഇതുകൊണ്ട് ഉണ്ടായി. മാത്രമല്ല, കല്ലേറ് പോലെയുള്ള സംഘർഷം, വലിയ തോതിലുള്ള സംഘർഷം, പൊതുമുതൽ ധാരാളം നശിപ്പിക്കപ്പെട്ടു, വലിയ നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പ്രക്ഷോഭത്തിൽ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. തീർച്ചയായും ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ കാണുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തെ വളരെ കൃത്യമായി അടിച്ചമർത്താൻ പോലീസിന് പാകിസ്ഥാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് 5 പോലീസുകാർക്ക് ഇന്നലെ പരിക്കേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം. 45ഓളം പ്രക്ഷോഭകാരികളെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിന്ധിനെ പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം തുടരുമെന്നും അതിനുവേണ്ടി UN-ന്റെയും ഇന്ത്യയുടെയും ഒക്കെ സഹായം അവർ തേടിയിട്ടുണ്ട് എന്നുമാണ് ലഭിക്കുന്ന വിവരം. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പിളർപ്പിലേക്ക് പോകുന്നു എന്ന വിലയിരുത്തലുകൾ 100% ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില ഡെവലപ്മെന്റുകളാണ് പാകിസ്ഥാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാനിൽ 4 പ്രവിശ്യകളാണുള്ളത്: പഞ്ചാബ്, സിന്ധ്, ഖൈബർ പഖ്തൂൺഖ്വ, അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ. ഈ ഖൈബർ പഖ്തൂൺഖ്വയിലും ബലൂചിസ്ഥാനിലും എല്ലാം അവരവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ വർഷങ്ങളായി നടന്നു വരികയാണ്. ബലൂചിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ വലിയ രീതിയിൽ അവരുടെ പോരാട്ടം കടുപ്പിക്കുകയാണ്. ഖൈബർ പഖ്തൂൺഖ്വയിലും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ കടുക്കുകയാണ്. അത് പാകിസ്ഥാൻ പട്ടാളത്തിനോ പോലീസിനോ ഒന്നും മാനേജ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സിന്ധിലും ഒരു കാലത്ത് തണുത്തു നിന്ന പ്രക്ഷോഭം വീണ്ടും കരുത്താർജിക്കുന്നത്. സിന്ധിൽ ഈ പ്രക്ഷോഭം കരുത്താർജിക്കുക എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കും. പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസിതമായ ഒരു പ്രവിശ്യയാണ് സിന്ധ് എന്ന് പറയുന്നത്. സിന്ധ് പാകിസ്ഥാന്റെ ഈ തെക്ക് കിഴക്കൻ പ്രദേശത്തുള്ള ഒരു, അതായത് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രവിശ്യയാണ്. ഈ പ്രവിശ്യയാണ് പാകിസ്ഥാന്റെ ഒരു ഇക്കണോമിക് പവർ ഹൗസ് എന്നൊക്കെ പറയുന്ന ഒരു സാമ്പത്തിക തലസ്ഥാനമാണ്. കറാച്ചി എന്ന പാകിസ്ഥാന്റെ ഏറ്റവും വലിയ നഗരം അതുള്ളത് ഈ സിന്ധ് പ്രവിശ്യയിലാണ്. കറാച്ചി ഒരു തുറമുഖ നഗരമാണ് എന്ന് നമുക്കറിയാം. പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. പാകിസ്ഥാൻ സ്വതവേ ഇപ്പോൾ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് നമുക്കറിയാം. ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഒരു തിരിവട്ടമുള്ളത് ഈ സിന്ധ് പ്രവിശ്യയിലാണ്, കറാച്ചി പോലെയുള്ള നഗരങ്ങളിലാണ്. അത് നഷ്ടപ്പെടുക, അവിടെ പ്രക്ഷോഭം ഉണ്ടാവുക, അവിടെ വിഘടനവാദ
നീക്കങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും പാകിസ്ഥാൻ അത് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. പാകിസ്ഥാന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് സിന്ധ് നമ്മുടെ പ്രദേശമാണ്, അല്ലെങ്കിൽ നമ്മളുമായി ഏറ്റവും യോജിച്ച ഒരു പ്രദേശമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് സിന്ധ് ഇല്ല. പക്ഷേ നാളെ സിന്ധ് ഇന്ത്യക്കൊപ്പം വന്നുകൂടാ എന്നില്ലല്ലോ എന്ന ഒരു പ്രസ്താവന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി നടത്തിയതും നമുക്ക് ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. സിന്ധ് പ്രവിശ്യയിൽ ഈ പ്രക്ഷോഭം നടത്തുന്ന, സ്വാതന്ത്ര്യ സമരം നടത്തുന്ന സംഘടനകൾ അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ജനതയുടെ പ്രതിനിധികൾ ഇന്ത്യയുമായും UN-ഉമായും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരുമ്പോഴും വിദേശകാര്യ മന്ത്രിയുടെ ആ പ്രസ്താവനയും ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും പാകിസ്ഥാൻ ഒരു അപകടകരമായ നിലയിലേക്ക് പോയിരിക്കുന്നു. 1 2 അല്ല, 3 4 കഷ്ണങ്ങളായി പാകിസ്ഥാൻ വിഭജിക്കപ്പെടാൻ പോകുന്നു. പഞ്ചാബ് മാത്രം പാകിസ്ഥാന്റെ കയ്യിലുണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വിവരങ്ങളുമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. പ്രക്ഷോഭം കറാച്ചിയിലേക്കും ബാധിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.